ജുമുഅ നമസ്കാരത്തിലെ സമയമാറ്റവും ഖുതുബ പ്രഭാഷണത്തിലെ ഭാഷാമാറ്റവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് കണ്ണൂരിൽ. കന്റോൺമെന്റിലെ സൈനികർക്കായി നിർമ്മിച്ച പട്ടാളപ്പള്ളിക്ക് പറയാനുള്ളത് 130 വർഷത്തെ ചരിത്ര പാരമ്പര്യമാണ്. സമീപത്തെ ക്യാമ്പിൽ നിന്നുള്ള ജവാന്മാരും ആർമി സ്കൂളിലെ വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് പേരാണ് ദിവസവും പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇവിടെ എത്തുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിസ്കാരം നിർവഹിക്കാൻ പട്ടാളക്കാരുടെ വരവ് കൂടിയതോടെയാണ് ബർണശ്ശേരിയിലെ മുഹീദ്ദീൻ പള്ളിക്ക് പട്ടാളപ്പള്ളി എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1888 തലശ്ശേരി KE കുടുംബത്തിലെ കാരണവർ തുടക്കമിട്ട പട്ടാളപ്പള്ളി പിന്നീട് അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നു. അറക്കലിന് പ്രതാപനഷ്ടം സംഭവിച്ചതോടെ പള്ളിയുടെ ഉത്തരവാദിത്തം ജനകീയ കമ്മിറ്റിക്ക് നൽകുകയായിരുന്നു. പള്ളി നിർമ്മാണം നടന്ന കാലഘട്ടങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ ഇസ്ലാം മത വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് പള്ളി കൂടുതലായും ഉപയോഗപ്പെടുത്തിയത് കന്റോൺമെന്റിലെ ജവാന്മാരായിരുന്നു. അന്യദേശങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാർക്കായി പള്ളിയിലെ ചില ചിട്ടകളിലും മാറ്റം വരുത്തി. 3 ഭാഷകളിൽ ഇവിടെ കുത്തുബ നടന്നു വന്നിരുന്നു. ഉറുദുവിലും അതേ കുത്തുബ തന്നെ അറബിയിലും മലയാളത്തിലുമായി വിവർത്തനം ചെയ്ത് നടത്തിവരുന്ന അപൂർവം പള്ളികളിലൊന്നാണ് ഈ ബർണശ്ശേരി മുഹീദ്ദീൻ പള്ളി എന്ന പട്ടാളപ്പള്ളി എന്ന് പറയാം. സംസ്ഥാനത്തെ പള്ളികളിൽ ഉച്ചയ്ക്ക് 1-നും 2-നും ഇടയിൽ ജുമുഅ നടക്കുമ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് തന്നെ 2:15-നാണ്. ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പള്ളി പുതുക്കിപ്പണിഞ്ഞത് ആയിക്കരയിൽ കച്ചവടം നടത്തിയിരുന്ന മാഹിയിലെ വ്യാപാരികളാണെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. പിൽക്കാലത്ത് പട്ടാളക്കാരുടെ വരവ് കുറഞ്ഞെങ്കിലും ആർമി സ്കൂളിലെ വിദ്യാർത്ഥികളും നഗരത്തിൽ ജോലി ചെയ്യുന്നവരും പള്ളിയെ കൂടുതലായി ആശ്രയിച്ചു വരുന്നു. നോമ്പെടുത്ത ഒരാൾക്ക് പോലും ഭക്ഷണം ലഭിക്കാതെ പോകരുത് എന്നതിനാൽ വിഭവസമൃദ്ധമായ നോമ്പുതുറയും ഇവിടെ സംഘടിപ്പിച്ചു പോരുന്നു. റിപ്പോർട്ടർ, കണ്ണൂർ.